അപ്പോൾ ഈ കാണുന്ന സാധനമാണ് ജമ്പ് എന്ന് പറയുന്നത്. ഈ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഉറുമ്പുകൾ, അതായത് പുളിയുറുമ്പുകൾ, മാവിൻ്റെ മുകളിൽ, ചാമ്പയുടെ മുകളിൽ, റൂബിയുടെ മുകളിലൊക്കെ പുളിയുറുമ്പ് ഉണ്ടാവും. അവരൊരു കണക്കിന് നമുക്ക് നോക്കുമ്പോൾ നല്ലതാണ് പുളിയുറുമ്പ്. മറ്റുള്ള ജീവജാലങ്ങൾ, മറ്റേ കേട് വരുത്തുന്ന പ്രാണികളിലൊക്കെ, നീരൂറ്റി കുടിക്കുന്ന പ്രാണികളിലൊക്കെ നമ്മുടെ പുളിയുറുമ്പും കാര്യങ്ങളൊക്കെ നശിപ്പിക്കും. പക്ഷെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാങ്ങയൊക്കെ പൊട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ആസിഡ് പവറുള്ള അതിന്റെ ഉമിനീര് വീണിട്ട് ബ്ലാക്ക് കളറൊക്കെ വരും. നമ്മളൊരു മൂവാണ്ട മാങ്ങ കൊടുക്കാൻ പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഒരു ഞെട്ട് കുഴിഞ്ഞിട്ടുള്ള നല്ലൊരു ഫ്രഷ് മാങ്ങയ്ക്ക്, അതായത് അതിന്റെ മുകളിൽ യാതൊരുവിധ കറകളോ കേടുകളോ അല്ലെങ്കിൽ കുത്തുകളോ കറുത്ത കുത്തുകളോ ഒന്നും പാടില്ല. അങ്ങനെയുള്ളൊരു മാങ്ങയ്ക്ക് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റിയുള്ള റേറ്റ് കിട്ടുക. അപ്പോൾ അത് ഈ പുളിയുറുമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളറ് ഡാർക്ക് കളറൊക്കെ എപ്പോഴും ഉണ്ടാവും അതിൽ. പിന്നെ പ്രാണികൾ ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതിൽ മെയിനായിട്ട് ഉറുമ്പാണ് അതിന്റെ പ്രശ്നക്കാരൻ. പിന്നെ നമ്മൾ ചാമ്പക്കായൊക്കെ ഉണ്ടായിട്ട്, ഇപ്പൊ പനീർ ചാമ്പ ഉണ്ടായിട്ട് ഞങ്ങളുടെ വീട്ടില് അതിന്റെ ലേമൽ മാത്രമല്ല പൂവിന്റെ മുകളിലും കായയുടെ മുകളിലും പുളിയുറുമ്പ് വന്നിട്ട് അതിന്റെ ഷേപ്പ് ഒന്നും കറക്റ്റ് അല്ല. അപ്പൊ അതിനും കൂടി അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്ന് മേടിച്ചിട്ടുള്ളത്. ഇതിന് ഈ ഒരു പാക്കറ്റിന് 30 രൂപയാണ് ആകെ വരണുള്ളൂ. 5 ലിറ്ററിലേക്കാണ് ഈ മരുന്ന് വരുന്നത്. ഇത് പോയ്സൺ തന്നെയാണ്. ഈ മഞ്ഞ കാറ്റഗറിയിൽ പെട്ടതാണ്. മഞ്ഞ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്ന പോയ്സണിലെ ടോപ്പ് ലെവലിൽ നിൽക്കുന്നതാണ് ഈ മഞ്ഞ കാറ്റഗറിയിൽ പെട്ട ജമ്പ് എന്ന് പറയുന്ന മരുന്ന്. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നും നമ്മുടെ അടുത്ത് കുട്ടികൾ പാടില്ല, കുട്ടികളെ ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൈമ ഗ്ലൗസ് ഒക്കെ ഇടണം. എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാകുമ്പോൾ പ്രശ്നമില്ല, എന്നാലും നമ്മൾ അത് നീറ്റ് പോലെ നോക്കണം. പക്ഷെ നമ്മളിതിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ചെടി മൊത്തം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ആദ്യം തന്നെ ഇത് എങ്ങനെയാണ് ഇത് ക്രമീകരിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗക്രമം എന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം. ഇതാ പൊട്ടിച്ചു. ഇതിൽ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തരിയാണ്, മണലിന്റെ തരി പോലെ ഒരു തരിയാണ് ഈ കാണുന്നത്. ഇത് അങ്ങനെ തന്നെ നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. ആദ്യം നമ്മൾ ഇട്ടതിന് ശേഷം 5 ലിറ്റർ വെള്ളത്തിലേക്കുള്ളതാണ് ഈ കാണുന്ന. 5 ലിറ്ററിലേക്കാണ് ഈ സാധനം. പിന്നെ നമ്മുടെ പൂപ്പാളി 5 ലിറ്റർ ആണ്, ഓൾറെഡി 5 ലിറ്റർ ആണ്. അതിന് നമ്മൾ 5 ലിറ്റർ വെള്ളം ശേഖരിച്ചിട്ട് ആദ്യം കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റണം. ഇത് നല്ല പോലെ പതിപ്പിക്കണം. ഇത് നല്ല പോലെ പതിപ്പിച്ചാലാണ് ഇത് അലിയുള്ള ഈ കാണുന്ന സാധനം. ഇത് കണ്ട. അപ്പൊ അതിന്റെ കളറ് മാറിയിട്ട് ഇപ്പൊ ഒരു കഞ്ഞിവെള്ളത്തിന്റെ കളറായി. അപ്പൊ നമ്മള് 2 പാത്രത്തിൽ ഈ 2 പാത്രത്തിലും മരുന്നിന്റെ അംശമുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ നമ്മുടെ ചാമ്പക്കുറ്റിയിൽ ഒഴിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. വായു കുറ്റി. ഇത് സ്പ്രേയറാണ്, ഇത് ബാറ്ററി സ്പ്രേയറാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരുന്ന് വെള്ളം ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം നമ്മുടെ ആറ്റിയ പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുക. അതിൽ അംശങ്ങളൊക്കെ ഉണ്ടാവും, ആ അംശങ്ങളും ഇതിലേക്ക് ഒഴിക്കുക. കണ്ടാ, നമ്മൾ 2-3 ആവർത്തി അങ്ങനെ കഴുകുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഈ കാണുന്നതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അംശങ്ങൾ ഇതിൽ വന്നു. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓൾറെഡി നമ്മുടെ ചാമ്പക്കുറ്റിയിൽ വെള്ളമായി. ഇനി നമുക്ക് അടയ്ക്കാം. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ചാമ്പമരാണ് കേട്ടോ. ഈ ചാമ്പമരത്തിന്മേൽ നോക്കി ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ഈ ചാമ്പമരത്തിന്മേൽ ഈ പുളിയുറുമ്പിന്റെ ശല്യാണ്. ഇതുകൊണ്ട് തന്നെ എന്തോ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകൾ ഭാഗം കണ്ടില്ലേ, വളരെ മോശം രീതിയിലാണ് ഇതിന്റെ മുകൾ ഭാഗം. ഇത് ഷേപ്പിലൊന്നും നമുക്ക് കിട്ടാറില്ല. ഇപ്പൊ നോക്കി ഇതിന്റെ മുകളിലൊക്കെ ഇതേപോലെ ഉറുമ്പ് പറ്റി പിടിച്ച് വന്നിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. കണ്ട, ഈ കാണുന്നതിന് മുകളിലൊക്കെ ഉറുമ്പാണ്. കണ്ട, ഈ പൂവിന്റെ മുകളിലൊക്കെ ഈ മാറാല പോലെ കെട്ടിയിട്ട് ആ മാറാല കെട്ടിയതിൽ മുഴുവൻ ഇവർ വന്നിട്ട് നമ്മുടെ കായകൾ നശിപ്പിക്കണം. പക്ഷെ നമുക്ക് ഇവരെ നശിപ്പിക്കണം, അല്ലാതെ നമുക്കിതൊന്നും കഴിക്കാൻ കിട്ടില്ല. പിന്നെ നമ്മുടെ ചുറ്റുപാട് മുഴുവൻ ഉറുമ്പാണ്. ഇത് നോക്കി നിങ്ങൾ, ഈ തൊട്ടടുത്ത് മുഴുവൻ ഉറുമ്പാണ്. അപ്പൊ നമുക്ക് പെരുമാറാനും സൗകര്യക്കുറവുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ സ്പ്രേയർ എടുക്കുന്നു.
ഈ തണ്ടിന്റെ മുകളിൽ നിന്ന് അടിച്ചു കൊടുക്കുന്നു ഇങ്ങനെ. പിന്നെ പുളിയുറുമ്പുള്ള 1-2 ഭാഗങ്ങളിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. നമ്മളിത് പുളിയുറുമ്പിന്റെ മേത്ത് അടിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി മൊത്തം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെടിയുടെ തണ്ട്, മരത്തടിയുടെ ഭാഗങ്ങൾ ഏതെങ്കിലും 1-2 ഉറുമ്പ് കൂട്ടങ്ങളിൽ അടിച്ചു കൊടുത്താൽ മതി. ബാക്കി അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിച്ചിട്ട് അവർ നശിപ്പിച്ചോളും. അപ്പം നമുക്ക് ഈ ഉറുമ്പ് കൂട്ടത്തിലുള്ള ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. നമുക്ക് അടിഭാഗത്തൊക്കെ കായകളുണ്ട്, കായകമിലേക്ക് നാവണ്ട, ക്വാശം കൂടിയതാണ്. നമുക്ക് ഇങ്ങനത്തെ അടിയിലേക്ക് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ബാക്കി മുഴുവൻ അവർ കയറി കൊണ്ടുപോയിട്ട് അത് കൂട്ടത്തിൽ എത്തിച്ചോളും. കണ്ടാ, ഇപ്പം നമ്മുടെ അത്യാവശ്യം തടി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് താഴത്തെ ഭാഗത്ത് ഇതേപോലെ അടിച്ചു കൊടുക്കുക. അപ്പൊ ഇവര് ഇത് അവരെ കൂട്ടങ്ങളിൽ കൊണ്ടുപോയിട്ട് അവരത് നശിപ്പിച്ചോളും. നമ്മളിത് ഈ ചെടിയുടെ മുകളിലല്ല അങ്ങോട്ട് പോകുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ നിറച്ച് ഉറുമ്പുണ്ട്, ഈ ഭാഗത്തൊക്കെ നിറച്ച് ഉറുമ്പുണ്ട്. ഈ ചെടിയുടെ മുകളിലൊക്കെ ഉറുമ്പ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. വേണ്ട, ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ആവശ്യത്തിന് പേരച്ചെടിയാണ്, പക്ഷെ അതിന്റെ മുകളിലും അത്യാവശ്യം ഉറുമ്പുണ്ട്. അത് ഇപ്പൊ ഉറുമ്പ് ഒപ്പം ചാവില്ല. നമ്മളിങ്ങനെ അടിച്ചു കൊടുത്താൽ അവര് അത് കൊണ്ടുപോയിട്ട് അവരുടെ കൂട്ടത്തിൽ പോയിട്ട് ചത്തോളും. അപ്പൊ നമുക്ക് ചെറിയൊരു 1-2 കൂട്ടത്തിലേക്ക് നമുക്ക് അടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്നും തന്നെ ഇങ്ങോട്ട് നോക്കി നിങ്ങള്. അതായത് ഇത് വേണ്ട, ഇത് ഉറുമ്പ് കൂടുണ്ടാക്കുന്ന ഒരു കൂടാണ്. ഇത് വേണ്ട, ഇനി ഇവര് ഇതിന്റെ കൂട്ടത്തിൽ മുഴുവൻ ഉറുമ്പിൽ ഇങ്ങനെ വന്നിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കുക ഇവരെ മേത്തേക്ക്. വേണ്ടാ, ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക കൂട്ടത്തിലേക്ക്. ഇവിടെ ഒന്നും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിറച്ച് ഉറുമ്പാണിത്. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ താഴത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കതാ. ഈ ഭാഗത്തൊക്കെ ഉറുമ്പാ. ഉറുമ്പിന്റെ 5 കളിയാണ് ഇവിടെ മുഴുവൻ. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് ഇവിടെ കൂട്ടങ്ങളുണ്ട്. ആ കൂട്ടത്തിലേക്കൊക്കെ ഞാനിതാ ഇങ്ങനെ അടിച്ചതാ. വേണ്ടാ, അതിനെ കൂട്ടിക്കെട്ടി അവരെ കൂടുണ്ടാക്കാണ്, സേഫ് ആക്കുന്ന അവര് ചാമ്പക്കാരിലായിട്ട് വന്നിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ജലാംശം കൂടുതലാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രൂട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ രീതിയിൽ പോലെ ട്രീറ്റ് ചെയ്യണം. ഇങ്ങോട്ട് നോക്കിട്ടാ, ഇത് വേണ്ട, ഇത് ഉറുമ്പിന്റെ ഒരു കൂടാണ്. ആ കൂട്ടത്തിൽ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഇത് പൊട്ടിക്കാനൊന്നും പറ്റില്ല. നമ്മളെ ഏതെങ്കിലും കുറച്ച് ഉറുമ്പിന്റെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഇനി ഉണ്ടാവുമെന്ന് പറയത്തില്ല, നമ്മോട് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ നമ്മളിത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഉറുമ്പുണ്ട്. ഇവര് അങ്ങോട്ട് പോയിട്ട് മറ്റുള്ള ഉറുമ്പ് കൂട്ടത്തിലേക്ക് പോകുന്നാണ് പറയണത്. ഓക്കെ, അൽഫോൺസ് മാവാണ് കേട്ടോ. നമുക്ക് ഇതിന്റെ മുകളിൽ അടിച്ചു കൊടുക്കാം. പുളിയുറുമ്പ് ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. ഈ തടിയുടെ മുകളിൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, 2 മാവുകളാണ്. ഇത് പുളിമാവാണ്. ഇതിന്റെ മുകളിൽ നിറച്ച് ഉറുമ്പാ. ഇതിന്റെ മുകളിൽ കയറാനോ മരുന്നടിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ മാവിനടിക്കണല്ലോ, ഒരു പുളിയുറുമ്പിനെ അടിക്കുന്നത് ഈ മാവിലാണത്. ഇങ്ങനെ അടിച്ചു കൊടുക്കാണ് ഇവിടെ. അപ്പൊ ഇവര് കൂട്ടത്തോട് കൂടിയിട്ട് അവരെ കൂട്ടങ്ങളിലേക്കൊക്കെ പോകുമ്പോ അവര് മേത്താവാനാണ് ഇങ്ങനെ അടിക്കുന്നത്. കണ്ടാ, ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. കണ്ടാ, തണ്ടിന്റെ അടിമുലിക്ക് മാത്രം ഞാൻ അടിക്കണുള്ളൂ. കുറച്ച് അകലം നേരാണ് ഞാൻ മരുന്നടിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു പുളിയുറുമ്പിനെ കൂടാ. ഇതിലേക്ക് ഞാനും മരുന്നടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ പുളിമാവിന്റെ മുകളിൽ, ചാമ്പയുടെ മുകളിൽ ഇങ്ങനെ മരുന്നടിക്കണം നിങ്ങൾക്ക് കണ്ടു. നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള രീതികളിലൊന്നും ട്രൈ ചെയ്യണ്ട. ഇങ്ങനത്തെ ഒരു ജമ്പ് എന്ന് പറഞ്ഞൊരു മരുന്ന് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് മൊത്തത്തിൽ സ്പ്രേ ചെയ്യാതിരിക്കുക. നമ്മുടെ തണ്ടിൻ്റെ ഏതെങ്കിലും 1-2 കൂടിൻ്റെ മുകളിലേക്ക് അടിക്കുക. അവരങ്ങനെ കൂട്ടത്തിൽ പോയി ചേർന്ന് അവിടെ സ്പ്രെഡ് ആക്കിയിട്ട് അവരങ്ങനെ നശിച്ചോളും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുളിയുറുമ്പ് ഒരു കണക്കിന് നല്ലതാണ്. നമ്മുടെ മറ്റുള്ള ജീവജാലങ്ങളെ നശിപ്പിക്കാൻ ജൈവിക രീതിയിൽ നല്ലതാണ്. പക്ഷെ അത് നമ്മൾ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ ഇതൊന്നും സാധ്യമല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ ഗ്ലൗ നിർബന്ധമാണ്, മാസ്ക് നിർബന്ധമാണ്. നമ്മൾ നല്ല വൃത്തിയിലായിരിക്കണം. ഈ വർക്ക് കഴിഞ്ഞാൽ ഈ ഡ്രസ്സും കഴുകാട്ടിട്ട് നമ്മൾ കുളിച്ചിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് കയറാൻ. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭാഗത്ത് സ്പ്രെഡ് ഉണ്ടെങ്കിൽ അലർജിയുള്ള ആൾക്കാരാണെങ്കിൽ ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.
അപ്പൊ എല്ലാവർക്കും ഉറുമ്പ് പോകാനൊരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് അധികമൊക്കെ നമ്മുടെ വളം കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ഈ സാധനം. ഇതിന് 10-30 രൂപ വരണുള്ളൂ. നമുക്ക് അത്യാവശ്യം ഏരിയ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. കർഷക സുഹൃത്തുക്കളായ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.